അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്, CPM-ന്റെ നിലപാടിൽ മാറ്റം വരികയാണ് എന്നുള്ളതാണ്. സെയ്ഫ് സൈലാബ്ദീൻ കൂടെ ചേരുന്നുണ്ട്. സെയ്ഫ്, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ നിരന്തരമായി ഒരുപക്ഷെ അവരുടെ സമയത്തിന്റെ ഒരു 3/4 പങ്കും ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഒക്കെ അപഹരിക്കുകയായിരുന്നു. അപ്പോൾ വർഗീയ കക്ഷികളുമായി കൂട്ടുകെട്ടില്ല, അവർ വർഗീയ കക്ഷികളാണ് എന്ന് ആരോപിച്ചു കൊണ്ടിരുന്ന ഇടതു മുന്നണി ഇപ്പോൾ TP രാമകൃഷ്ണൻ പറയുന്നു തെരഞ്ഞെടുപ്പെടുത്ത വേളയിൽ അവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. അപ്പോൾ വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട, അവരുമായി കൂട്ടുകെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പായപ്പോൾ നിലപാട് മാറ്റുകയാണോ? ജിൽസി, നമുക്ക് TP രാമകൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് ആ വോട്ട് വേണ്ട, ആ വോട്ട് വേണം എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള സംശയവും ഇല്ല. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിലുടനീളം. ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോഴും എല്ലാം സൂചിപ്പിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല. RSSനെ മറ്റുള്ള ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുമായി ചേർത്ത് നിർത്തി അതിനെ നേരിടാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ഇപ്പോൾ ജിൽസി പറഞ്ഞ പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, SDP അടക്കമുള്ള കക്ഷികൾ വർഗീയ സംഘടനകളാണ്, അവരുമായി ഞങ്ങൾക്ക് ഒരു കാലത്ത് ബന്ധമുണ്ടായിട്ടില്ല എന്ന നിലപാട് പരസ്യമായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPIM. അവിടെ നിന്ന് ഒരു വ്യത്യസ്തമായ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഒന്ന് പേരാമ്പ്ര ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കാര്യമായിട്ടുള്ള, അവർക്ക് നല്ല വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായക തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട് ജിൽസി. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം കഴിയുന്നു. 5-ാം തീയതി 15-ാം തീയതി നോട്ടിഫിക്കേഷൻ പറഞ്ഞു, ഒരു 8-10 ദിവസം ആവുന്നു. ഈ 10 ദിവസത്തിനിടയിൽ ജിൽസി എവിടെങ്കിലും ഏതെങ്കിലും പൊതുയോഗത്തിൽ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി, SDP തുടങ്ങിയ പരാമർശങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അത് മുഖ്യമന്ത്രി വിളിച്ച വാർത്താ സമ്മേളനങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറുപടി ഉണ്ടാകും. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് അഭിമുഖം നൽകുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരം നൽകും എന്നതിനപ്പുറത്തേക്ക് കടന്ന് ഒന്നും ചോദിക്കാതെ ഈ ജമാഅത്തെ ഇസ്ലാമി, SDP തുടങ്ങിയ വർഗീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവും, സാധാരണഗതിയിൽ അത് പറയുന്നത് MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും A വിജയരാഘവനും ഒക്കെയാണ്. ഈ തെരഞ്ഞെടുപ്പിലുടനീളം, ഈ കഴിഞ്ഞൊരു 10 ദിവസത്തെ തെരഞ്ഞെടുപ്പിലുടനീളം ഇവർ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ഇനിയും പങ്കെടുക്കും. പക്ഷേ അവർ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഒരു പ്രചരണത്തിന് അവർ നിന്നു കൊടുക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ തയ്യാറാകുന്നില്ല. അവരൊരു ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ അത്. കാരണം ഒരു കക്ഷികളെ അതിനകത്ത് പിണക്കേണ്ടതില്ല, എല്ലാവരുടെയും വോട്ട് 2021 കിട്ടിയതാണ്. അതേപോലെ തന്നെ വോട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുമുന്നണി കൺവീനറായ TP രാമകൃഷ്ണന്റെ ഈ വാക്കുകളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. ജിൽസി, സെയ്ഫ്, നമുക്കറിയാം നേരത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചവർ ഇത്തരം ഒരു നിലപാട് മാറ്റത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ പലതരത്തിലുള്ള നിലപാടുകളോടും സന്ധി ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ SDP-യുടെ വോട്ട് കൂടെ വാങ്ങുന്നതിൽ തെറ്റില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിലപാട് മാറ്റമാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. തീർച്ചയായിട്ടും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ അങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട എന്താണ്? പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ, പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഇതെല്ലാം മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു പ്രചരണ ആയുധമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്, ബാക്കി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ പ്രചരണം ഏശിയില്ല എന്ന് അന്ന് തന്നെ മനസ്സിലായി. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും സമാനമായ രീതിയിലുള്ള പ്രചരണം നടത്തി മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തുക, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തുക. അതും വർക്കായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ 3ാം തുടർഭരണം, ഒരു തുടർഭരണമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിലേക്ക് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്ന തന്ത്രമാണ് ഈ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ പോവുക എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നൗഫൽ ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനിടയിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അതിന് ഞാൻ നിന്ന് തരില്ല എന്നൊരു വാചകം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആ വിവാദത്തിലേക്ക് പോകാൻ വേണ്ടി ഇടതുമുന്നണി നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല. അതിൽ തൊടാതെ വോട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന സമീപനം സ്വീകരിക്കുകയാണ് ഇടതുമുന്നണി ചെയ്യുന്നത്. ഇനിയിപ്പോൾ MV ഗോവിന്ദനോട് തുടർച്ചയായി ചോദിച്ചാൽ ഒരുപക്ഷെ ഇതേ സമീപനം അദ്ദേഹവും സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. വോട്ട്
മായി ബന്ധപ്പെട്ട് ഇങ്ങനെ SDP-യുടെ വോട്ടുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക ഒരുപക്ഷെ ഒരു അഴകുഴപ്പം മറുപടിയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഷാർപ്പായിട്ട് നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ ഒരു ഷാർപ്പായിട്ടുള്ള മറുപടി കിട്ടാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ നമ്മൾ ചോദിക്കാതെ അവർ ഈ വിഷയങ്ങൾ ഇങ്ങോട്ട് പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ചോദിച്ചാൽ മാത്രമാണ് മറുപടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. യെസ്, അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിനും കേരളം സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ നിരന്തരമായി SDP-യും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വാർത്താ സമ്മേളനങ്ങൾ മണിക്കൂറുകളോളം പരാമർശിച്ചുകൊണ്ടിരുന്ന CPM നേതാക്കൾ ഇപ്പോൾ ചോദിച്ചാൽ ഉത്തരം പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോഴും വോട്ട് വേണ്ട എന്നുള്ള നിലപാട്, നേരത്തെ വർഗീയ കക്ഷികൾ എന്ന് ആരോപിക്കുന്ന പാർട്ടികളുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് പറയുമ്പോൾ വോട്ടിന് ഒരൈത്തവും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ LDF കൺവീനർ തന്നെയാണ് ഇത്തരം ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ CPM-ന്റെ ഒരു ഔദ്യോഗിക നിലപാടായി തന്നെ അതിനെടുക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് CPM ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം പറഞ്ഞിരുന്ന നിലപാടിൽ നിന്ന് മാറ്റം വരികയാണോ, അതോ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഒക്കെ CPI-ക്ക് വർഗീയ കക്ഷികൾ അല്ലാതായി മാറിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണോ വരുന്നത്? എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ ഇനിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ തന്നെ ആവർത്തിക്കേണ്ടതുണ്ട്. എന്താണ് അവരുടെ പ്രതികരണം എന്നുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. വിവരങ്ങളാണ് സെയ്ഫ് സൈനുലാബ്ദീൻ നൽകിയത്.